സത്യം പറഞ്ഞ ഈ വീഡിയോ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടോ. ഈ ചോറ് കഴിച്ചോ? ഞാൻ വരുമ്പോ പൊറാട്ടയും ബീഫും കഴിച്ചു. ബീഫോ? അങ്ങനെ ബീഫ് കഴിക്കാൻ പറഞ്ഞേ? നമുക്ക് ഇതില്ലാതെ കഴിക്കാൻ പാടില്ല, നമുക്ക് വിശ്വാസത്തിനെതിരാണ്. ഇപ്പൊ ചൂടാൻ മാത്രം എന്താ ഒരു ബീഫ് കഴിച്ചേന്? ഇത് കൂടുതലൊന്നും പറയണ്ട, ഇത് പോയി പുറത്ത് പോയി കുളിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി, മനസ്സിലായോ? അല്ലച്ചാ, നമ്മളെ ഭഗവാന്റെ ആദ്യത്തെ അവതാരം ഏതാണ്? ഇടപെട്ട അതുപോലെ നമുക്ക് അറിഞ്ഞൂടെ? ആദ്യത്തെ അവതാരം മത്സ്യം. നിങ്ങളിപ്പോ കഴിക്കണതും മത്സ്യം. അതാണ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഏറ്റവും പ്രാധാന്യം ഇതിനല്ലേ? ഇതല്ല ആദ്യം നിർത്തേണ്ടത്. അല്ല, ഒരു വിശ്വാസി എന്ന നിലയിൽ പിന്നെ ഒരു സംശയമാട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കളിയാക്കാനോ വന്നതൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. കാരണം ഈ ബ്രോൻ്റെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി. എന്തായാലും എല്ലാ വീഡിയോസും അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് പോയി കാണണം. ഞാൻ അവരെ ഐഡിയ അടിയിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളെല്ലാവരും അവരുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അവരുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് അവരെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം അടിപൊളി വീഡിയോസുകൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ പന്നിമാംസം ഇഷ്ടമുള്ളവർ അത് കഴിച്ചോട്ടെ, പക്ഷെ അതിനാരും എതിർക്കാൻ നിൽക്കണ്ട. ബീഫ് ഇഷ്ടമുള്ളവർ ബീഫ് കഴിക്കട്ടെ, അതിനാരും എതിർക്കാൻ നിൽക്കണ്ട. കാരണം അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവരുടെ വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് പോവുക, നമ്മളുടെ വിശ്വാസമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഇപ്പോൾ ഇതിൽ ആ വീഡിയോസിൽ നല്ലൊരു മെസ്സേജാണ് മറ്റുള്ളവർക്ക് അവർ തന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരിക്കും കേട്ടോ.